പ്രിയപ്പെട്ടവരെ, ഈ സ്ഥലത്ത് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മെഴുകുതിരി കത്തിച്ച് പിടിച്ച് ഈ പ്രതിജ്ഞ എടുക്കണം. മറ്റ് സഭാവിശ്വാസികളായ അനേകര് ഈ ശുശ്രൂഷകൾ സംബന്ധിക്കുന്നുണ്ട്. ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളും തിരിച്ചറിയുമോ 2-3 ദിവസങ്ങളിലൂടെ നടത്തപ്പെട്ട ശുശ്രൂഷകൾ ജീവിതത്തിൽ വലിയൊരു അനുഭവമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഈ പാട്ട് പാടുവാൻ ശ്രദ്ധിക്കണം. നമ്മുടെ പിതാക്കന്മാർ പാടിയിട്ടുണ്ട്, ഞെരുക്കത്തിൻ്റെ അപ്പം തിന്നേണ്ടി വന്നാലും കഷ്ടത്തിൻ്റെ കണ്ണുനീർ കുടിച്ചാലും ദേഹവും ദേഹിയും ദുഃഖത്താൽ ക്ഷയിച്ചാലും എൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും അന്യമായി പോവുകയില്ല. എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് ഒരിക്കലും അകന്നു പോകില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഈ പാട്ട് നാം പാടേണ്ടത്. പ്രിയപ്പെട്ടവരെ, എന്ത് പ്രലോഭനങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും സഭയുടെ സത്യവിശ്വാസികളായി അടിയുറച്ചുകൊണ്ട് എല്ലാവരും സാക്ഷ്യത്തോട് ജീവിപ്പാൻ കഴിയണം. തിന്മയിൽ നിന്ന് മടങ്ങി വരണം. ഈ മെഴുകുതിരി കത്തിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കണം. പുകവലിക്കുന്നവർ കണ്ടേക്കാം, മദ്യപിക്കുന്നവർ കണ്ടേക്കാം, ലഹരി പദാർത്ഥങ്ങൾക്ക് അല്പമായോ അധികമായോ അതിനടിമപ്പെട്ടവർ കണ്ടേക്കാം, അധാർമിക മാർഗത്തിൽ ജീവിക്കുന്നവർ കണ്ടേക്കാം. ഇനിയും പഴയതുപോലെ ജീവിക്കുമെന്ന് തോന്നുന്നവർ മെഴുകുതിരി ഊതിക്കെടുത്തി ഈ പ്രാർത്ഥനാ സ്ഥലത്തുനിന്ന് പോകുന്നതാണ് നല്ലത്. മറിച്ച് എൻ്റെ തിന്മപ്പെട്ട ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ദൈവസന്നിധിയിൽ പ്രതിജ്ഞ എടുക്കുക. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി മെഴുകുതിരി കത്തിച്ച് പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ ദൈവകൃപയിൽ നിറഞ്ഞു നിന്ന് ഈ വരികൾ ചേർന്ന് പാടി ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ദൈവവസനം നിൽക്കുമെങ്കിൽ പഴയ വഴിയിലേക്ക് ദൈവം വിടില്ല. ദൈവത്തിന്റെ മകനായി മകളായി ജീവിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കണം. ദൈവമുമ്പാകെ അർപ്പിച്ച എല്ലാ വിഷയങ്ങളും നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, സൗഖ്യം നൽകണമേ, സമാധാനത്തോടെ മടക്കി അയക്കണമേ. കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഏറ്റവും ഉച്ചത്തിൽ എല്ലാവരുടെയും നാവിൽ നിന്ന് അടുത്ത വരികൾ ഉയരണം. ചേർന്ന് പാടണം. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണോലിൽ കുടിച്ചെന്നാലും ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണോലിൽ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താക്ഷി എല്ലാം പ്രതികൂലം ആയെന്നാലും ദുഃഖത്താക്ഷരിച്ചെന്നാലും എല്ലാം പ്രതികൂലം
ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശിശു സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് സൗഖ്യം നൽകട്ടെ, ദുഃഖിതരെ ആശ്വസിപ്പിക്കട്ടെ. നിങ്ങൾ ഇടം കൈയും വലം കൈയും ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ നന്മ പ്രവർത്തനങ്ങൾക്കും വലിയവനായ ദൈവം 30, 60, 100 മേനി ഫലം നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെയും അമ്മ വിശുദ്ധയും മാതാവിൻ്റെയും ഇന്ത്യയുടെ അപ്പോസ്തലൻ മാർത്തോമാ ശ്ലീഹായുടെയും മോർഗീയ വർഗീസ് സഹദായുടെയും വിശിഷ്യ ലോകം മുഴുവൻ പെരുന്നാൾ ആചരിക്കുന്ന പരിശുദ്ധനായ പരിമലമാർ ഗ്രിഗോറിയോസിന്റെ മോർഗോനാസിയോസിന്റെയും എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.